ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് മഴയും കാറ്റൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്, അംഗനവാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് മോളെന്തായാലും വിടാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്ക് ഇന്ന് വയ്യ, പനിയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം പോകാണ്ടിരുന്ന് പോകണമല്ലേ. അപ്പോൾ ഇനി തിങ്കളാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് വിടാമെന്ന് കരുതി. അപ്പോൾ നേരെ ഒന്നും വെളുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് കയറാണ്. ഇന്ന് പൊറോട്ട ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പൊറോട്ടയ്ക്ക് ഒരുപാട് ടൈം വേണം, കുഴച്ച് വെക്കണം, ഒത്തിരി നേരം അത് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം, നല്ല സെറ്റായി കിട്ടുള്ളൂ, നല്ല സോഫ്റ്റുള്ള പൊറോട്ട കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ മൈദ എടുത്ത് അതിലേക്ക് ഉപ്പും ഓയിലൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല തിളച്ച വെള്ളം അതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കേണ്ടിട്ടാ. അത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് നല്ല കുഴച്ചെടുക്കുകയാണ്. നല്ലപോലെ കുഴക്കണം കേട്ടോ, കാരണം അത് കുഴ ശരിയായാലേ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വെച്ച്, ആ ടൈം കൊണ്ട് അടപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടോ. അതൊക്കെ തുടച്ച് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായില്ല, പിന്നെ ചായക്കൊക്കെ വെള്ളം വെച്ച്. പിന്നെ ബീഫ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിട്ടാണ്. പിന്നെ അത് ഇന്ന് ബീഫ് വറുത്തരച്ച് വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബീഫൊക്കെ കഴുകി മാറ്റിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങയും അതിൽ കറിവേപ്പില, വെള്ളുള്ളി, വലിയ ജീരകം എല്ലാം കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ വറുത്ത് മാറ്റുകയാണ്. അതിലേക്ക് മസാലപ്പൊടിയായിട്ട് ബീഫ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം സവാള അരിഞ്ഞെടുക്കുകയാണ്. സവാളയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് രാവിലെ പരിപാടി കഴിയൂല, നമുക്കിവിടെ ആളധികം ഉള്ള കാരണം ഒരുപാട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് കാരണം അതൊക്കെ നന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ടായി. അങ്ങനെ പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് മാറ്റുകയാണ് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ചതച്ച് മാറ്റി സെറ്റാക്കിയതിന് ശേഷം തക്കാളിയൊക്കെ അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സവാളയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് വഴറ്റുകയാണ് കേട്ടോ. നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്, പാകത്തിന് ഉപ്പിട്ടാൽ അതെല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റുകയാണ്. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അത് നല്ല വഴന്നതിന് ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി നല്ലപോലെ വഴന്നതിന് ശേഷം പിന്നെ നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഒന്ന് വറുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ മസാലപ്പൊടികളൊക്കെ ഇട്ടാൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ബീഫ് മസാല, അങ്ങനെ മുളക് പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ബീഫ് ഇട്ട് പിന്നെ നല്ല ചൂട് വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെക്കുകയാണ്. അത് ഫിസിൽ വരട്ടെ. അപ്പോഴേക്കും തേങ്ങ വറുത്ത് വെച്ചത് അരച്ചെടുത്തിട്ടോ. അതിലേക്ക് പിന്നെ അത് വെന്ത് വന്നപ്പോൾ കുറച്ച് ഉരുളൻകിഴങ്ങ് അരിഞ്ഞിരുന്നു. ബീഫ് കുറച്ചുണ്ടായില്ല, അതുകൊണ്ട് ഉരുളൻകിഴങ്ങ് ചേർക്കുന്നുണ്ട്. പിന്നെ അരച്ച് വെച്ച് നമ്മുടെ അരപ്പ് അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. നല്ലതുപോലെ ഒഴിച്ചെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ പോരായിട്ടുണ്ട്, കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് തൂമിക്കാമെന്ന് കരുതിയപ്പോൾ കുറച്ച് ഉലുവയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി നല്ലതുപോലെ വഴറ്റാണ്. അതൊന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ അത് നമ്മുടെ ഇറച്ചിക്കറിയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അത് ഒഴിച്ച് നല്ല സെറ്റാക്കി മാറ്റി വെച്ച് പിന്നെ പൊറോട്ടയുടെ പരിപാടിയാണ് കേട്ടോ. അതങ്ങനെ ആയിക്കഴിഞ്ഞല്ലോ. പിന്നെ പൊറോട്ട മാവ് നല്ലപോലെ സോഫ്റ്റായിട്ടുണ്ട്. ഒന്നും കൂടി നല്ലതുപോലെ കുഴക്കുന്നുണ്ട് കേട്ടോ, കാരണം നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, നല്ല മുരിഞ്ഞ പൊറോട്ട കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഉരുളയൊക്കെ ആക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഉരുളയൊക്കെ ആക്കി മാറ്റി വെക്കണം. പൊറോട്ട കുറച്ച് പരിപാടി ഉണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ബീഫ് കറീൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ ഇത് നല്ലതുപോലെ പരത്തിയെടുക്കണം. പിന്നെ ഞെറുവായിട്ടാണ് ഇതിൻ്റെ മടക്കെടുക്കേണ്ടത്. കടയിലൊക്കെ വീശിയാണ് അടിച്ച് പരത്തിയൊക്കെയാണ് ഞെറിവെടുക്കുക. എനിക്കങ്ങനെ വശമില്ല, എൻ്റെ ഉമ്മച്ചി ഇങ്ങനെയാണ് കാട്ടി തന്നേക്കണത്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കണ്ടുപഠിച്ചത്. അങ്ങനെ അത് ഇതേമാതിരി ഞെറുവൊക്കെ ആക്കി ഇതാക്കി വെച്ചിട്ടോ. പിന്നെ അതിന് ശേഷം മുത്തച്ചി അരി കഴുകി വെക്കുന്നുണ്ടായിട്ടാണ്. അപ്പോൾ പിന്നെ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി. അപ്പോൾ പിന്നെ പൊറോട്ട പരത്തിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ 3 വീതം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 3 ഇട്ട് പരത്തി അത് ചുട്ട് അടിച്ച് മാറ്റി വെച്ച്. അപ്പോഴേക്കൊന്ന് കറണ്ട് പോയിട്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഒന്നും കൂടി പരത്താണ്. അപ്പോൾ അങ്ങനെ പിന്നെയും പരത്താണ് കേട്ടോ. കറണ്ട് പോയിട്ടാണ്, അത് അവിടെ നിന്ന് സ്കിപ്പായിപ്പോയി, അതാണ്. അപ്പോൾ പിന്നെ അത് ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാനൊന്നും കൂടി പിന്നെയും പരത്തി എടുക്കുകയാണ് കേട്ടോ, 3 വീതം. അങ്ങനെ ആ 3 പരത്തിയതിന് ശേഷം പിന്നെ ഇത്തിരി കൂടി എണ്ണ ചട്ടിയിൽ ഒഴിച്ചെങ്ങാണ്ട് അതിലേക്ക് പൊറോട്ട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പൊറോട്ട ഇട്ട് കൊടുക്കുകയാണ്. അതിലിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ പൊറോട്ട 3 എടുത്തുകൊണ്ട് വന്ന് നല്ല ചൂടോടെ തന്നെ അപ്പം തന്നെ അടിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ചൂട് പൊറോട്ടയും ബീഫ് കറിയും പാൽച്ചായയും പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളുമാണ്. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.